നമ്മളെ സംബന്ധിച്ചോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു എന്താണ് കഴിഞ്ഞ ശനിയാഴ്ച അല്ലെ. യെസ്, 13-ാം തീയതി നമ്മുടെ എക്സാം നടന്ന ദിവസമാണ്. നമ്മളെ സംബന്ധിച്ചോളം വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയായിരുന്നു. നമ്മുടെ കുറെ കാലത്തെ കഷ്ടപ്പാടിന്റെയും കുറെ കാലത്തെ പരിശ്രമത്തിന്റെ ഒക്കെ ഫലമായിട്ടുള്ള ഒരു പരീക്ഷയാണ് നടന്നു പോയത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട, ഒരു പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടെ വിടുക. മനസ്സിലാണ്ട് ആ പരീക്ഷയെ പറ്റിയുള്ള എല്ലാ ആശങ്കകളും അവിടെ തീർന്നു. ആ പരീക്ഷ ഹാളിൽ നിങ്ങളുടെ OMR മാർക്ക് ചെയ്ത ഷീറ്റ് നിങ്ങൾ ആരാണോ നിൽക്കുന്ന സാറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞതോടുകൂടി ആ ഡ്യൂട്ടി അവിടെ കഴിയുന്നു കേട്ടോ. അതിന്റെ ബാക്കിയുള്ള അപ്ഡേഷൻസുകൾ, മറ്റു വിഷയങ്ങൾ, കാര്യങ്ങളെല്ലാം അത് യഥാവത എന്താണ് കേരള PSCയുടെ ഭാഗത്തുനിന്നുണ്ടാവും. നമ്മളിനി അടുത്ത പരീക്ഷയിലേക്ക്, അടുത്ത കാര്യങ്ങളിലേക്ക് മാത്രം നീങ്ങുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഓരോ പരീക്ഷയും അത് കഴിയുമ്പോൾ നമുക്കൊരു അനാലിസിസ്, ഒരു ഇൻഡിവിജ്വൽ അനാലിസിസ് ആവശ്യമാണ്. പരീക്ഷ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്, ഞാൻ എഴുതിയ പരീക്ഷയിൽ എന്തെല്ലാം വെല്ലുവിളികളാണ് ഞാൻ നേരിട്ടത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഞാൻ ഈ എഴുതിയ പരീക്ഷയിൽ നേരിട്ടത് എന്നുള്ളൊരു ആത്മപരിശോധന, ഒരു ഇൻഡിവിജ്വൽ അനാലിസിസ് ചെയ്യേണ്ടതായിട്ടൊരു ആവശ്യമുണ്ട്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മളൊരു പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പരീക്ഷ എക്സാം കഴിയുന്നതോടുകൂടി ആ പരീക്ഷയായിട്ടുള്ള എല്ലാ ആശങ്കകളും അവിടെ കഴിയും കേട്ടോ. നമ്മളിനി ഇവിടെ വന്നിട്ട് എത്ര ക്രോസ് ചെക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഏതൊക്കെ എന്താണ് അനാലിസിസുകൾ നമ്മൾ നടത്തിയെന്ന് പറഞ്ഞാലും, അതല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ OMR ഷീറ്റിന്റെ മോഡ് വെച്ചിട്ട് നമ്മൾ എന്താണ് ആൻസർ ചെക്ക് ചെയ്യുന്ന പറഞ്ഞാലും, ഗൂഗിളോ ChatGPT അല്ലെങ്കിൽ മറ്റേതൊക്കെ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആൻസറിനെ സാധൂകരിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും കാര്യമില്ല. PSCക്ക് ഒരു ഒഫീഷ്യൽ ആൻസർ കീ ഉണ്ട്, അതനുസരിച്ച് നമുക്ക് മാർക്ക് വരുള്ളൂ. എന്നിരുന്നാൽ പോലും നമ്മൾ ഒരു പരീക്ഷ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു മെയിനായിട്ടുള്ള പ്ലാൻ കേട്ടോ. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ആശങ്കകളെ കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള വിഷയങ്ങളൊന്നുമല്ല. നമുക്കൊരു ക്രിട്ടിക് ആയിട്ടുള്ള, ഒരു സയന്റിഫിക് ആയിട്ട് ക്രിട്ടിക് ആയിട്ടുള്ള അനാലിസിസ് ആവശ്യമാണ്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ D കേട്ടോ, D കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. അതാണ് നമ്മുടെ സിലബസ് അനുസരിച്ച് വരുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് നമ്മുടെ യൂണിറ്റ് അക്കൗണ്ടിങ് ആണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളൊരു ഏകദേശം പറയാം കേട്ടോ. നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്നൊരു ചോദ്യം വന്നു, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വന്നു, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വന്നു, ഡിപ്രീസിയേഷനിൽ നിന്ന് ഒരു ചോദ്യം വന്നു അല്ലെ. ഷെഡ്യൂൾ 3 അതാണ് അക്കൗണ്ടിങ്, ബാലൻസ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഷെഡ്യൂള്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് വന്നത്, കൺസൈനിയുടെ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ഇത്രയും ചോദ്യത്തിന്റെ അകത്ത് നമ്മൾ നമ്മുടെ ഈ 30 ദിവസത്തെ അല്ലെങ്കിൽ 32 ദിവസത്തെ ക്രാഷിലോ പ്ലസ് നമ്മുടെ വീഡിയോയിലോ പ്ലസ് നമ്മുടെ മോക്ക്, നമ്മുടെ മാരത്തോൺ ഏതെങ്കിലും നിങ്ങൾ ചർച്ച ചെയ്യാത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ? എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത അല്ലേ? നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, അല്ലാതെ ഒരു പാർട്ടിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഓക്കെ, ഇതുണ്ടോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഓക്കെ, യെസ്, ഈസി മോഡായിരുന്നു എനിക്ക് തോന്നുന്നു അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചോളം. കാരണം ആ ഓവർ റൈഡിങ് കമ്മീഷനൊക്കെ വളരെ സിമ്പിൾ അല്ലേ. നമ്മൾ എത്ര തവണ ക്ലാസ്സിൽ പറഞ്ഞ ഓവർ റൈഡിങ് കമ്മീഷൻ അല്ലേ? യെസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ 3 ഞാൻ ഓർക്കുന്നുണ്ടോ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ AS3 ക്യാഷ് ഫ്ലോ ആണെന്ന് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ? യെസ്, റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? യെസ് അല്ലേ? പിന്നെന്താണ്? പിന്നെ ഞാൻ പറയാം, നമ്മൾ ക്ലാസ് എടുത്ത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ആ മാച്ച് ദ ഫോളോയിങ് ഒന്നും ഒരാൾക്ക് പോലും കിട്ടാതെ പോയില്ല അല്ലെ? അക്രൂവൽ ബേസിസ് കൺസെപ്റ്റ് എന്താന്ന് ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇവിടെ എന്താ ആകെ ഒരു ഇൻഡയറക്റ്റ് നമുക്ക് അതിനെ പറയാനല്ല, കോമൺ സെൻസ് ബേസ് ചെയ്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ വന്നത്. ഏതാടാ? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിന്റെ ഡാറ്റ ഫയല് എന്നുള്ള ഓപ്ഷൻ വരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു. അത് മാത്രമേ ഉള്ളൂ അല്ലെ? അത് പക്ഷെ നമുക്ക് ആ ഓപ്ഷനിൽ തന്നെ ഉണ്ടായിരുന്നു. എടാ, കമ്പ്യൂട്ടറൈസ്ഡ്, നിങ്ങൾ ആ ഓപ്ഷൻ നോക്കിയേ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിന്റെ ഡാറ്റാബേസ് വേർ ഓൾ അക്കൗണ്ടിങ് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഈസ് കോൾഡ് ലെഡ്ജർ. വരുവാടാ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിന്റെ ഭാഗമാണോ ലെഡ്ജർ? അല്ലല്ലോ. ജേണൽ വരുവോ? പിന്നെ ഓപ്ഷൻ ഏതൊക്കെയാ ഉള്ളത്? ഡാറ്റ ഫയലും ഉണ്ട്, റിപ്പോർട്ടിംഗ് ഫയലുണ്ട്. റിപ്പോർട്ട് ഫയൽ എന്തെങ്കിലും കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുമോ? സ്റ്റോർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടെ മാറ്റി ഡാറ്റ ഫയൽ അല്ലേ? നമുക്കൊരു കോമൺ സെൻസ് മാത്രം മതി അവിടെ അപ്ലൈ. ഞാൻ നിങ്ങളോട് പരീക്ഷ എഴുതുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കോമൺ സെൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ആലോചിച്ച് നോക്കി അല്ലേ? യെസ്, റിസ്ക്. അവിടെ റിസ്ക് എടുത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ റിസ്ക് എന്നല്ലല്ലോ അതിനെ പറയാൻ പറ്റുന്നത്. നമുക്കൊരു ഇതാണ് പ്രശ്നം. നമ്മൾ ഈ പരീക്ഷയുടെ ഒരു അവലോകനം നടത്തുന്നതിന്റെ ഉദ്ദേശം ഇത് റിസ്ക് എന്നുള്ളതല്ല. റിസ്ക് എന്ന് പറയുന്നത് എന്താ പറയാ, ഇപ്പൊ Aയും Bയും ഒരേ മാച്ചിങ് ആണ് ആൻസർ, സോ വി ടേക്ക് റിസ്ക്. അതാണ് ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ജേണൽ ലെഡ്ജറും ഒരു കാരണവശാലും ഒരു ഓപ്ഷനിൽ വരത്തില്ലല്ലോ.
റിപ്പോർട്ട് ചെയ്യുന്ന ഫയലും അല്ല ഡേറ്റ ഫയലും ഇതിനകത്ത് രണ്ടിനകത്ത് ഏതാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന പറഞ്ഞാൽ റിസ്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ മക്കളെ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ എന്താ പ്രശ്നം സംഭവിക്കുന്നത്? നമുക്കിപ്പോ നിലവില് ഉടനെ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, പരീക്ഷ പടപടപടാന്ന് വരും അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ. അവിടെ എല്ലാം നമുക്ക് ഈ പ്ലാൻ പോകണം, അതുകൊണ്ടാണ് കേട്ടോ. യെസ്, നിങ്ങൾ ഓരോ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക, PSC എന്ത് ചെയ്യും? നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് നിങ്ങളുടെ ജോലിക്ക് മറ്റ് നിയമനടികളെ അല്ലെങ്കിൽ പ്രൊസീജിയറുമായിട്ട് PSC പൊക്കോളും. നിങ്ങൾ പുറകെ പോകണ്ട, മനസ്സിലാവണം. നിങ്ങൾ അടുത്ത പരീക്ഷയിലേക്ക് പോയാൽ മതി. അതാണ് നമ്മൾ നിങ്ങളോട് പറയുന്ന കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എന്നാണോ ഔദ്യോഗികമായിട്ട് എവിടെ സൈൻ ചെയ്യുന്നത്? നമ്മുടെ ഔദ്യോഗികമായിട്ട് ഗവൺമെന്റ് രേഖയിൽ ഔദ്യോഗികമായിട്ട് സൈൻ ചെയ്യുന്ന രജിസ്ട്രി സൈൻ ചെയ്യുന്ന അവിടെ തൊട്ട് അറ്റൻഡൻസ് രജിസ്ട്രി സൈൻ ചെയ്യുന്നവരെ നമ്മൾ പരിശ്രമം തുടരുക. അതാണ് നമുക്കുള്ള പറയാനുള്ളത്, വേറെ ഒന്നുമില്ല കേട്ടോ. അത് മാത്രമേ ഉള്ളൂ, വേറെ ആശങ്കകൾക്കൊന്നും വഴിയില്ല കേട്ടോ. എഴുതി കഴിഞ്ഞാൽ പിന്നെ ആശങ്കയും കാര്യങ്ങളൊന്നുമില്ല, തെറ്റിപ്പോയില്ല, ഇങ്ങനെ പോയില്ലോ ഒന്നുമില്ല. അത് അവിടെ വിട്ടേക്കുക കേട്ടോ. നിങ്ങൾ അവിടെ ആ സാധനം അവിടെ വിട്ടേക്കുക. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആശങ്കകളാണ്, വിഷമങ്ങൾ കാണും, പ്രശ്നങ്ങൾ കാണും, അതൊക്കെ വിട്ടേക്കുക മക്കൾ. നിങ്ങൾ വേറെ കാര്യം ആലോചിക്കണം, നമ്മളെല്ലാം മനുഷ്യരാണ് അല്ലെ, എല്ലാം മനുഷ്യരാണ്. നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേന് അവിടുത്തെ അറ്റ്മോസ്ഫിയർ, ചൂട്, കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു കോൺഫിഡൻസ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഒരുപാട് പ്രശ്നം. ഇപ്പൊ ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ആൻസർ കൂടെ കിട്ടും അല്ലെ. അപ്പൊ അറ്റ്മോസ്ഫിയർ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ മനുഷ്യരാണ്, തെറ്റുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, അതൊക്കെ സ്വാഭാവികമാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇതിനൊരു വിമർശന ബുദ്ധിയിലൂടെ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? മൊഡ്യൂൾ 1 സംഭവിച്ച് മനസ്സിലായല്ലോ. അപ്പൊ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ കൂടുതൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ അതിനെ പറയാൻ പറ്റില്ല. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നിങ്ങൾ കോമൺ സെൻസ് ബേസിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അത്രേ ഉള്ളൂ അല്ലെ, അത്രേ ഉള്ളൂ. ഒരു 10ാം ക്ലാസ്സുകാരനോട് ചോദിച്ചാൽ അവന് വേണമെങ്കിൽ, 10ാം ക്ലാസ്സിന് കൊമേഴ്സ് അറിയില്ലല്ലോ, ഒരു +1 +2 കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന് വേണം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ നമുക്ക് റിസ്കിന്റെ ഒരു പ്രശ്നം കാരണം കൊണ്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ അതിനകത്ത് ടച്ച് ചെയ്യാൻ പോകാതെ വന്നത്. ബാക്കിയെല്ലാം ക്ലിയർ അല്ലേ? ബാക്കിയെല്ലാം നമ്മൾ എടുത്തതും മനസ്സിലാക്കി അല്ലേ? യെസ്, ക്ലിയർ. യെസ്. അവസാനം മൊഡ്യൂൾ 2 വരുമ്പം നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സാർ നേരത്തെ തീം വൈസ് അല്ലടാ ക്ലാസ് എടുത്തേ, തീം വൈസ് അല്ലേ ക്ലാസ് എടുത്തേ? നിങ്ങൾ കണ്ടോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്ലാൻ മാറിയത് കണ്ടോ? 2019 നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി, ആ ലെവൽ വല്ലതും ആണോ ക്വസ്റ്റ്യൻ ചോദിച്ചേ? യെസ് അല്ലെ. നമ്മള് എങ്ങനെയാണ് പഠിച്ചത്? ഞാൻ ഓരോ ലിക്വിഡിറ്റിയും ഓരോരോ സാധനം എടുത്തിട്ട് അല്ലെ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ ലെവലിലല്ലേ നിങ്ങളോട് പറഞ്ഞു തന്നെ? ആപ്ലിക്കേഷൻ ലെവലിൽ, അതേ ആപ്ലിക്കേഷൻ ലെവലിലല്ലേ? യെസ്. ഒന്നും വന്നില്ലെന്നോ? എന്ത് വന്നില്ലെന്നോ? വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ? അതെല്ലാം വന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? തിയറി എടാ ഞാൻ പറയട്ടെ, നമ്മൾ കോൺസെപ്റ്റ് ബേസ് വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞതെല്ലാം വന്നില്ലേ? F1 ടഫ് ആയിരുന്നു കേട്ടോ. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, മോസ്റ്റ്ലി ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡീപ്പ് നോളജ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വന്നത്. CAPM പോലും നമ്മൾ പഠിച്ച അസംഷൻ തന്നെയാണ് ചോദിച്ചത്, പക്ഷെ റീറൈറ്റിംഗിലാണ് ചോദിച്ചത്. ഓക്കെ, ഷെയർ സ്പ്ലിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. ഷെയർ സ്പ്ലിറ്റ് ഒന്നും പ്രശ്നമില്ലായിരുന്നല്ലോ. ഷെയർ സ്പ്ലിറ്റ് ഒക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഷെയർ സ്പ്ലിറ്റ് അല്ലേ? യെസ്. എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് ടൈം ഓവർ റേഷ്യോ റേസ് ടു ടൈ അപ്പ് ദി ഫണ്ട്സ്, അങ്ങനെ കുറച്ച് ഇൻഡയറക്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വന്നു. പക്ഷെ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചിട്ടില്ല, എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു കോൺസെപ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ ക്വസ്റ്റ്യൻ രീതി, ക്വസ്റ്റ്യൻ ചോദിച്ച രീതിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലെ? നമ്മള് അക്കൗണ്ട്സ് ഓഫീസറിന്റെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ബേസ് വെച്ച് സാർ എല്ലാം പഠിപ്പിച്ച ആണല്ലോ. യെസ്. എക്കണോമിക്സ് ഒക്കെ എന്താ സംഭവിച്ചത്? എന്താണോ ക്ലാസ്സിൽ സംഭവിച്ചത്? 10 മാർക്ക് എക്കണോമിക്സ് അല്ലേ? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ അക്കൗണ്ട്സ് ഒക്കെ പോലുള്ള പരീക്ഷകൾ, അതായത് കൊമേഴ്സ് ബേസ് പരീക്ഷയ്ക്ക് ഇത്രയും നമുക്ക്. യെസ്. നിങ്ങൾക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ പഠിപ്പിച്ച അല്ലെങ്കിൽ I+ന്റെ ഭാഗമായിട്ട് ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ KFCയുടെ ഭാഗമായിട്ട് കൂടിയ ഏതൊരു കുട്ടിക്കും, നമ്മുടെ അവസാനം മാരത്തോൺ വരെ കണ്ടുകിട്ടുള്ള കുട്ടിക്ക് എക്കണോമിക്സിനൊന്ന് ഏതെങ്കിലും മാർക്ക് പോവോടാ? ഏതെങ്കിലും ഒരു മാർക്ക് പോവോ? ക്വസ്റ്റ്യൻ വായിക്കണോ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കണോ? വേണ്ടല്ലോ അല്ലെ? ക്വസ്റ്റ്യൻ വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങൾക്ക് ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നോ? എക്സാം ഹാളിൽ വെച്ചിട്ട് ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അല്ലെ? നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ? ക്ലാസ് പ്രയോജനപ്പെട്ടു അല്ലെ? അതാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെല്ലാവരെയും മനസ്സിൽ എന്റെ കുട്ടികൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നുള്ള സാധനമാണ് വന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ പറഞ്ഞ 10 ക്വസ്റ്റ്യൻ 10 നിങ്ങൾ ആലോചിച്ച് PSC പരീക്ഷയ്ക്ക് 10ൽ 10ഉം ഒരു മൊഡ്യൂളിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ശരിയല്ലേ? എന്തുമാത്രം ഒരു അച്ചീവ്മെന്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്.
മനസ്സിലാണ്ടോ? അപ്പൊ നമ്മൾ ഉപയോഗിച്ചൊരു ടെക്നിക്ക് സാധനം ഇവിടെ വർക്കായി എന്നാണ് അർത്ഥം. അല്ലാതെ എ ഓർ ബി ഓർ സി ഒരു പഠിപ്പിച്ച മിടുക്കുക എന്നുള്ളതല്ല. നമ്മുടെ I+ന്റെ ഒരു പ്ലാൻ ഉണ്ട്, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ട്. ഒരു എക്സാമിന് എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. യെസ്, ആ പ്ലാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. അതാണ്. അതിനൊപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി? നിങ്ങൾ നമ്മുടെ ഒപ്പം നടന്നു. അതുകൊണ്ടാണ്. മനസ്സിലാണ്ടോ? ഇതെല്ലാം വന്നിട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ നമ്മുടെ ഒപ്പം ചേർന്നു, നമ്മളെ വിശ്വസിച്ച് നമ്മുടെ ഒപ്പം വന്നു. അതുകൊണ്ടാണ് നമുക്ക് അത് അത്രയും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഏത് മാരത്തോണോ അല്ലെങ്കിൽ ഏത് യൂട്യൂബ് ക്ലാസ് നോക്കിയോ നമ്മുടെ ആ ക്വസ്റ്റ്യൻ ഒന്നും കാണത്തില്ല. ഉണ്ടോ? ഇല്ല. ഞാൻ ഒരാളെയും വിമർശിച്ച് പറയുന്നൊന്നും അല്ല കേട്ടോ. ഓക്കെ, കമ്പാരിറ്റീവ്ലി നമ്മൾ എന്താണ് അതിന്റെ ഒരു എന്താണ് ഒറിജിൻ പറഞ്ഞതാണ്. യെസ്, ഇനി അവിടെ പോട്ടെ. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മക്കളെ, ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെയാണ് പഠിക്കേണ്ടത്? അവിടെ നിങ്ങൾക്ക് വരേണ്ട മാക്സിമം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എവിടെയായിരുന്നു അറിയോ? തിയറിന്നായിരുന്നു കേട്ടോ. ഇവിടെ എന്താണ്, എനിക്ക് ക്രാഷ് കോഴ്സ് കൊണ്ട് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. യെസ്, താങ്ക് യു. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നത് എനിക്ക് I+ അല്ലാതെ മക്കളെ എല്ലാ മൊഡ്യൂളും റെക്കോർഡ് തന്ന് എല്ലാ മൊഡ്യൂളിന്റെയും മോക്ക് നടന്ന് 10-32 ദിവസം ഒരു ഫൈനൽ ക്രാഷ് കൊടുത്ത് അത് കൂടാണ്ട് 7-8 മണിക്കൂർ മാരത്തോൺ കൊടുത്ത ഏത് സ്ഥാപനമുണ്ട്? അല്ലെ? ഏത് സ്ഥാപനമുണ്ട്? എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ അത്രമാത്രം നമ്മുടെ ഒരു ലോയൽറ്റി നിങ്ങളോട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് KFCയുടെ കാര്യത്തിൽ. ഓക്കെ, അപ്പൊ അത്രമാത്രം ലോയൽറ്റി നമുക്ക് നമ്മുടെ കോഴ്സുകളുടെ എല്ലാം ആ തരത്തിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നെറ്റിന്റെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി മാത്രമല്ല, ഒരു കൂട്ടായ്മ പരിശ്രമമാണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒക്കെ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും കൂടെ കൂട്ടായി. നിങ്ങൾക്ക് ഇപ്പം ഞാൻ തന്നെ പറയാം, ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ലൈഡ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എത്രമാത്രം ആളുകൾ അതിനെ വർക്ക് ചെയ്ത് അവസാനം നമുക്ക് ദിൻസാർ അടക്കമുള്ള ആൾക്കാരുടെ ഒരു ഫൈനൽ അപ്രൂവൽ കിട്ടിയിട്ടാണ് നമുക്ക് ഒരു പ്രസന്റേഷൻ പോലും നമ്മൾ നടക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ക്രോസ് ചെക്ക് പോകുന്ന ഒരു ടീമിന്റെയാണ്. യെസ്, ഓക്കെ, കൺഫർമേഷൻ ശേഷമാണ് ഞാൻ സിലബസ് കാണുന്നത്. ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാവുന്ന അത്ര ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ എക്സാക്ട് കാര്യം പറഞ്ഞുതരാം. അവസാനം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കോസ്റ്റിംഗ് എന്തായിരുന്നു സംഭവിച്ചത്? കോസ്റ്റിംഗ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കേസിലെ ഓർമ്മയുണ്ടോ സാറ്? പോസിറ്റീവ് എന്നൊക്കെ ഓർമ്മയുണ്ടോ? പറഞ്ഞ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പോസിറ്റീവ് ആകും. ഓർമ്മയുണ്ടോ ഞാൻ ക്ലാസ് എടുത്ത് പറഞ്ഞത്? കാരണം കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്, അല്ലെ? അപ്പൊ അതിന് കിട്ടുന്ന റിസൾട്ട് മേ ബി പോസിറ്റീവ് ആകും, നെഗറ്റീവ് ആകും എന്നൊക്കെ ഓർമ്മയുണ്ടോ? അതിന്റെ അർത്ഥം എന്നൊക്കെയാണ് കൺസെപ്റ്റ് ബേസ് പറഞ്ഞത് കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ ഭാഗത്തുനിന്ന് വന്നു. കോസ്റ്റിംഗിന് കോസ്റ്റ് കൺട്രോൾ ചോദിച്ചിട്ടുണ്ട്, കോസ്റ്റ് റിഡക്ഷൻ ചോദിച്ചിട്ടുണ്ട്, മാർജിനൽ കോസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, കോസ്റ്റ് സെന്റർ ചോദിച്ചിട്ടുണ്ട്, ഓവർ ഹെഡ് ചോദിച്ചിട്ടുണ്ട്, EOQ ചോദിച്ചിട്ടുണ്ട്, PV റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചത്. EOQന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രോബ്ലം ഓൾറെഡി നമ്മുടെ ചാനൽ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അതിന്റെ അകത്ത് ഡീറ്റെയിൽ അനാലിസിസിലേക്ക് പോകാഞ്ഞത് കേട്ടോ. പക്ഷെ അത് അപ്ലൈ ചെയ്യാന്നുള്ളൊരു വിഷയം ഉള്ളായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ആ സമയത്തിന്റെ ഫലപ്രദമായിട്ട് ഇതൊക്കെ പ്രോബ്ലം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. യെസ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ ചോദിച്ചത്. അതിന്റെ അകത്ത് നമുക്ക് അതിനകത്ത് ചുറ്റിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എവിടെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈം റേറ്റ് സിസ്റ്റം വേജ് പേയ്മെന്റ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് എ ബെസ്റ്റ് എന്നുള്ളൊരു ചോദ്യമൊക്കെ വന്നു. സ്കിൽഡ് ആൻഡ് ക്വാളിറ്റി വർക്ക്മാൻഷിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിന്ന് വന്നു. ഓക്കെ, പിന്നെ കോസ്റ്റ് സെന്റർ ഒക്കെ എളുപ്പമല്ലായിരുന്നു. മാർജിനൽ കോസ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. മാർജിനൽ കോസ്റ്റിംഗ് സിമ്പിൾ അല്ലായിരുന്നു. മാർജിനൽ കോസ്റ്റിംഗ് അല്ലെ, വേരിയബിൾ കോസ്റ്റ് അല്ലെ? യെസ്, അതൊക്കെ സിമ്പിൾ ആയിരുന്നു. കോസ്റ്റ് സെന്റർ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. പിന്നെ ഓവർ ഹെഡ് ക്ലാസിഫൈഡ് ഇൻറ്റു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആണെന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊക്കെ എലിമിനേറ്റഡ് ആണ്, അല്ലെ? പിന്നെ അവിടെ പറഞ്ഞത് വെച്ചാൽ ടൈം കീപ്പിംഗ് സിസ്റ്റം, അതാണ് ഒരു പ്രശ്നം. ടൈം കീപ്പിംഗ് സിസ്റ്റം അതാണ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്. യെസ്, ടൈം കീപ്പിംഗ് സിസ്റ്റം, ടൈം ബുക്കിംഗ്, അത് അവന്മാര് ഭയങ്കര, എനിക്ക് തോന്നുന്നു അവന്മാര് വളരെ ഭയങ്കര ഒരു ആവശ്യമില്ലാത്ത ഡീറ്റെയിലിംഗിലേക്ക് അത് പോയ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം. ഓക്കെ, പിന്നെ വേണ്ട ആ സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ്, അല്ലെ? ഇത് രണ്ടുമാണ് ഒരു ആവശ്യമില്ലാതെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു. യെസ്, ബാക്കി 10 ഔട്ട് ഓഫ് 8 എന്ന് പറഞ്ഞതും ഡയറക്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കേരള PSC ആണ് പരീക്ഷ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും എന്താണ് ഒരു 5 to 8 എന്ന് പറയുന്നത് വളരെ അൺനോൺ ആയിട്ടുള്ള അൺഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങൾ ചോദിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് അങ്ങനെയാണല്ലോ ഏത് പരീക്ഷയ്ക്കും, അല്ലെ? എവിടെന്നെങ്കിലും ഒക്കെ എടുത്തോണ്ട് പോകുന്ന സാധനം കാണുമല്ലോ. നമ്മൾ ഒരു കാരണവശാലും തപ്പി പിടിക്കല്ല എന്ന് പറഞ്ഞു വരുന്ന ഏതെങ്കിലും ഒരു സാധനം ഉണ്ട്. അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവരും. അവിടെ നിന്നാണ് ഈ സാധനം കൊണ്ടുവന്നത്. എങ്കിൽ പോലും
എന്താണ് നമുക്ക് അത് അത്ര ഭയമില്ലാതെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ സാർ പറഞ്ഞത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, പിന്നെ പി വി റേഷ്യോയുടെ കേസും പ്രശ്നമില്ലായിരുന്നു. പിന്നെ എന്താണ് ചോദിച്ചത്, മാർജിനൽ കോസ്റ്റിംഗ്, കോസ്റ്റ് സെന്റർ, ഓവർഹെഡ് ഒക്കെ എളുപ്പമായിരുന്നു. ഓവർഹെഡ് ഒന്നും പ്രശ്നമില്ലായിരുന്നു അല്ലെ? യെസ്. അപ്പൊ സ്റ്റേറ്റ് ഫോർവേഡ് ആയിരുന്നു, ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈസി എന്ന് പറയാൻ പറ്റത്തില്ല. ഈസി എന്താണ്, 8 ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നു വേണേ പറയാം അല്ലടാ. 10ൽ 8 ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നു. ഏത് കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെ? 2 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ഇൻഡയറക്റ്റ് ആയിട്ട് വന്ന്. യെസ്. മാനേജ്മെന്റ് ഏതെങ്കിലും കിട്ടാതെ പോവാടാ നമുക്ക്. മാനേജ്മെന്റ് ഏതെങ്കിലും സാധനം എല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള മാനേജ്മെന്റ്. ഓക്കെ, യെസ്. എന്താണ് ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്? എന്ത് സിമ്പിൾ ആണ്, ഹെൻറി ഫയോൾ. ഞാനൊരു നമ്മുടെ മാരത്തോണിന്റെ ഇടയ്ക്ക് കയറി വന്നപ്പോൾ ടീച്ചർ പഠിപ്പിച്ചോണ്ടിരുന്ന ജോബ് എൻട്രീച്ച്മെന്റിനെ പറ്റിയായിരുന്നു. ഓർമ്മയുണ്ടോ? ജോബ് എൻട്രീച്ച്മെന്റ് മാരത്തോണിൽ തന്നെ ടീച്ചർ അത് പറഞ്ഞ ആ കൺസെപ്റ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഓക്കെ, ടൈലറിന്റെ കേസ് വന്നു. നമ്മൾ പറഞ്ഞ ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഒക്കെ എത്ര തവണ നമ്മൾ പറഞ്ഞ പ്ലാനിങ് ഓർമ്മയുണ്ടോ? ഞാൻ ക്ലാസ് എടുത്തപ്പോഴേ പറഞ്ഞു ടാക്ടിക്കൽ പ്ലാനിങ്, അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ആരാ ഡേറ്റയുടെ ആണ്. ഓക്കെ ഉണ്ടോ? കട്ട് ഓഫ് പറയാടാ, കട്ട് ഓഫ് അവസാനം പറയാം കേട്ടോ. നിങ്ങളുടെ ആശങ്ക മൊത്തം കട്ട് ഓഫ് എടാ, അത് വിട്ടേര് കേട്ടോ, വിട്ടേര്. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തു കേട്ടോ. നിങ്ങൾ അതിന്റെ അകത്ത് ആശങ്കപ്പെടണ്ട കേട്ടോ, അതിന്റെ അകത്ത് ആശങ്കപ്പെടണ്ട. പ്രിൻസിപ്പിൾസ്, TQM എല്ലാം ഫൈനലാണ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഒക്കെ പ്രശ്നമൊന്നുമില്ല, അതിനകത്തൊന്നും ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. യെസ്. എക്കണോമിക്സ് ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടോ, എല്ലാ ക്വസ്റ്റ്യനും മാരത്തോൺ സെഷനിൽ വന്നാണ്. അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും നമ്മുടെ ക്രാഷിൽ നിന്ന് വരാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ലല്ലോ. 10 ഔട്ട് ഓഫ് 10 ആണ്. അതായത് ഒരു കുത്തും കോമയ്ക്കും വ്യത്യാസമില്ല. ഇത് ട്രൂ ആണെങ്കിൽ ഇത് ഫോൾസ് ആയിരിക്കും അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്? നമ്മൾ പഠിച്ച ട്രൂ ആണെങ്കിൽ ക്വസ്റ്റ്യൻ വന്നത് ഫോൾസ്, അത്ര മാത്രം അല്ലേ? യെസ്. കംപ്ലീറ്റ് ആയിട്ട് നോക്കിയില്ല. ഓക്കെ, സോറി. ഓക്കെ മോനെ. യെസ്. ഓക്കെ. ഞങ്ങള് സാരമില്ല സുനിത, നമുക്കിപ്പം അങ്ങനെ ഒരു കണ്ടീഷനിൽ പരീക്ഷ എഴുതുമ്പോ ആണെങ്കിൽ പോലും മോന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ അകത്ത് കാര്യം പ്രശ്നം കണ്ടോ കേട്ടോ. യെസ്. ഓക്കെ. യെസ്. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. നമ്മളെല്ലാവരും മോന്റെ കൂടെ ഉണ്ട് കേട്ടോ സുനിത. ഓക്കെ, നമ്മളെല്ലാവരും മോന്റെ കൂടെ ഉണ്ട്. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ, ധൈര്യമായിട്ടിരിക്കുക. യെസ്. അപ്പൊ നമ്മൾ കമ്പനി ലോയിലേക്ക് വരുവാണ്. കമ്പനി ലോയ്ക്ക് വരുമ്പോഴത്തേന് അവിടെ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് മെമ്മറി ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നാൽ പോലും കമ്പാരിറ്റീവ്ലി വലിയ പ്രശ്നം ഉണ്ടോടാ? വലിയ പ്രശ്നം ഇല്ലല്ലോ അല്ലെ? എനിക്ക് തോന്നുന്നു ലിക്വിഡേഷന്റെ കേസൊക്കെ വളരെ എളുപ്പമല്ലായിരുന്നു. ലിക്വിഡേഷന്റെ അല്ലെ? യെസ്. പിന്നെന്താണ് ഫസ്റ്റ് മീറ്റിംഗിന്റെ ഓർമ്മയുണ്ടോ? സാറ് പറഞ്ഞ ഫസ്റ്റ് മീറ്റിംഗ് ചെയ്യുമ്പം ഇവരുടെ കൺസേൺഡ് ഒക്കെ ചെയ്യണമെന്ന് ഓർമ്മയുണ്ടോ സാറ് പറഞ്ഞത്? അത് അതേപടി ചോദിച്ചിട്ടുണ്ട്. യെസ്. എടാ, അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വയവിമർശനമായിട്ട് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. സ്വയവിമർശനമായിട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് നമ്മുടെ വീക്ക്നെസ്സിനെ കാണുക എന്നുള്ളതാണ് കേട്ടോ. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പരീക്ഷ കഴിഞ്ഞു, അവിടെ വേറെ ഒരു കേസ് നിങ്ങൾ ഇനി നോക്കണ്ട, ആലോചിക്കണ്ട കേട്ടോ. യെസ്. പിന്നെന്താടാ അവിടെ പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എടാ, നമ്മളത് ഞാൻ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ പറഞ്ഞപ്പം നിങ്ങളത് ഓർക്കുന്നുണ്ടോ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞപ്പോഴത്തേന് ഇവരുമായിട്ടുള്ള ട്രാൻസാക്ഷന് മജോറിറ്റി ആൾക്കാർ, പക്ഷെ നമ്മള് സെന്റൻസ് ആക്കി പറഞ്ഞില്ല. നിങ്ങൾക്ക് ക്ലാസ് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ മജോറിറ്റി ആൾക്കാരുടെ കൺസെന്റ് ഇല്ലാതെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പാടില്ല. യെസ്. അത് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പക്ഷെ ഞാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, PSCയുടെ ഒറിജിനൽ ആൻസർ കീ വരുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യും കേട്ടോ. ഒരു 3-4 ക്വസ്റ്റ്യനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. യെസ്. ഓർക്കുന്നുണ്ടാണോ? മജോറിറ്റി ഡയറക്ടേഴ്സ് ആയിരിക്കണം, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം. അങ്ങനെയാണ് 12 പേര് തന്നിട്ടുണ്ടെങ്കിൽ എത്ര ആയിരിക്കും മജോറിറ്റി എന്ന് പറയുന്നത്? 1/3. അതൊക്കെ ഓർമ്മ അല്ലേ? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? യെസ്. പിന്നെന്താണ് മിനിമം നമ്പറും മാക്സിമം നമ്പറും? ഞാൻ ആ ക്ലാസ് ഇരുന്ന് എത്ര തവണ പറയുമെന്ന് എനിക്കറിയില്ല അല്ലേ? അതൊക്കെ അതേപടി ചോദിച്ചു അല്ലേ? യെസ്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഓഫ് എ പബ്ലിക് കമ്പനി. ഓക്കെ. യെസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലേ? ഓക്കെ.
ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 90% ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ്സിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഓക്കെ, ഞാൻ 10% അവിടെ മാറ്റി വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് എനിക്ക് തോന്നുന്ന ഒരു 96 ഒക്കെ വരുന്നില്ലടാ. 96 95 എന്തായാലും നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു 95% നമ്മൾ ക്ലാസ്സിൽ കൃത്യമായി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. 95 തന്നെ വന്നിട്ടുണ്ട് അല്ലെ. യെസ്. പിന്നെന്താടാ, ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ പറഞ്ഞു തന്നാണ്. ഇതൊക്കെ എത്രയോ സ്പെക്കുലേഷൻ പഠിപ്പിച്ചപ്പോഴാണ് ഞാൻ ലാംഡക്ക് ഇതെല്ലാം പറഞ്ഞത്. ഓർമ്മയുണ്ടോ? യെസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ നമ്മൾ എടുത്തതാണ് അല്ലെ. യെസ്. അതിന്റെ നോട്ട് തന്നെ BSc NSC തമ്മിൽ കമ്പാരിസൺ ചെയ്ത് തന്നെ നോട്ട് തന്നാ. ഓർമ്മയുണ്ടോ അല്ലെ. അതിന്റെ അതൊക്കെ അതുണ്ട്. ഓക്കെ. യെസ്. അപ്പൊ കൺസെപ്റ്റുമായിട്ടൊരു ഫെമിലാരിറ്റി ബേസ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. ഇത് കുറച്ചും കൂടെ നമ്പർ കാര്യങ്ങളെല്ലാം മെമ്മറൈസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മ്യൂണിക്കേറ്റീവ് കാര്യങ്ങൾ, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എല്ലാം കുറച്ചും കൂടെ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. യെസ്. ഇൻകം ടാക്സ് പേടിപ്പിച്ചോടാ. സാർ എന്താ പറഞ്ഞേ? വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോകണ്ട. ഇൻകം ടാക്സ് പേടിപ്പിച്ചോ? ഇല്ലല്ലോ. ഇൻകം ടാക്സ് വലിയ പേടിപ്പിച്ചൊന്നുമില്ല. ഇൻകം ടാക്സ് ഒക്കെ നമ്മുടെ പ്ലാൻ വഴിയാണ് പോയത് അല്ലെ. നമ്മുടെ പ്ലാൻ വഴിയാ പോയത്. നിങ്ങൾ ഓർക്കുന്നുണ്ട് നമ്മൾ സാലറി ഒക്കെ എടുക്കാൻ നേരം ഞാൻ പറഞ്ഞില്ലേ മക്കളെ, അത്ര അങ്ങ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട അല്ലെ. ശരിയല്ലേ? യെസ്. GST അവിടുന്ന് കയറി വന്നിട്ടാ. പക്ഷെ GST സിലബസിൽ ഇല്ലായിരുന്നു. മനസ്സിലാണ്ടോ? അതാണ് അതിന്റെ അകത്ത്. സിലബസ് നമ്മളോട് GST സിലബസ് ചോദിച്ചില്ല അവരുണ്ട്. പക്ഷെ GST ചോദിച്ചത് എന്താണെന്നറിയാം, പത്രം വായിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലാണ്ടോ? ഓക്കെ. അതായത് ഒരു കോമൺ സിമ്പിൾ ആയിരുന്നു. GST വളരെ സിമ്പിൾ ആയിരുന്നു. കോമൺ സെൻസ്. അല്ലെങ്കിൽ നമ്മൾ പത്രം വായിച്ചാൽ മതിയിടാം. ഈ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ പെട്ടെന്ന് നടന്ന കാര്യങ്ങൾ, GST ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ജസ്റ്റ് റീഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് വന്നത്. ഇൻഡയറക്റ്റ് ആണെന്ന് പറഞ്ഞാലും ജസ്റ്റ് ഒരു പത്രവായന ഉണ്ടെങ്കിൽ പത്രം വായിക്കണം കേട്ടോ. യെസ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ്. ബാക്കി എല്ലാം പറഞ്ഞതല്ലേടാ, ബാക്കി എല്ലാം പറഞ്ഞതാണ് അല്ലേ. യെസ്. അവിടെ ഒന്നും പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. എല്ലാം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. യെസ്. ഇനി വന്നിട്ട് മൊഡ്യൂൾ 9 വരുമ്പോൾ മാർക്കറ്റിംഗ് ഒക്കെ എന്താ മക്കളെ, എന്തെങ്കിലും പറയാനുണ്ടോ? മാർക്കറ്റിങ്ങിനകത്തൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രശ്നമായിരുന്നോ? മാർക്കറ്റിംഗ് പ്രശ്നമായിരുന്നോ? പ്രശ്നമായിരുന്നു അല്ലെ. മാർക്കറ്റിംഗ് എന്താണ്? ടഫാണ് അല്ലെ. മാർക്കറ്റിംഗ് ടഫ്. എടാ, പേഴ്സൺ സെല്ലിങ്ങിന്റെ പ്രശ്നമില്ലായിരുന്നല്ലോ. പേഴ്സൺ സെല്ലിങ് സാറ് പറഞ്ഞ ഓർമ്മയുണ്ടോ? സാമ്പിൾ ഒക്കെ വെച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ, ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ, ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ പേഴ്സൺ സെല്ലിങ്. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചേ, അങ്ങനെ തന്നെയാണ് ക്ലാസ് പഠിച്ചേ. ഓക്കെ. പിന്നെന്താടാ, പിന്നെ സെയിൽസ് പബ്ലിക് റിലേഷൻ ഓർമ്മയുണ്ടല്ലോ. പ്രസ് മീറ്റിംഗ് ഒക്കെ നടത്തുന്ന അല്ലെ, അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ. യെസ്. പുഷും പുള്ളും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതല്ലേടാ. അതിന്നും വന്നിട്ടുണ്ട്. എടാ, ഓർമ്മയുണ്ടോ സാറ് കൺസ്യൂമർ ഡിഫ്യൂഷൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ട്? ഓർമ്മയുണ്ടോ? സാറ് ക്ലാസ്സിൽ പറഞ്ഞു നമ്മളത് അല്ലെ. ഓർമ്മയുണ്ടോ? ലേറ്റ് മജോറിറ്റി, ഏർലി മജോറിറ്റി. എടാ, നമ്മൾ ക്ലാസ് പറഞ്ഞു. എടാ, ഓർമ്മയില്ല? ഞാനൊരു ദിവസം പറഞ്ഞു. അതായത് ഞാൻ പറയാം, ഇന്നോവേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2.5 ആൾക്കാരാണ് ആദ്യം ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. ബാക്കിയുള്ളവർ മറ്റു പ്രൊഡക്റ്റ് ആൾക്കാർ വാങ്ങിച്ചാലോ? യെസ്, അങ്ങനെ പറഞ്ഞു. പക്ഷെ അവർ ചോദിച്ച വളരെ ഡീപ്പായിട്ട് അവർ ചോദിച്ചു കേട്ടോ. ഡീപ്പായിട്ട് ചോദിച്ചു. യെസ്, അതാണ് സംഭവിച്ചത്. പക്ഷെ നമ്മളത് ക്ലാസ്സിൽ പറഞ്ഞു. യെസ്, അത്ര യെസ്. പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. നമ്മൾ ഒരു എക്സാമ്പിളിന്റെ കൂടത്തിലാണ് ഇത് പറഞ്ഞു വെച്ചത്. ഓർമ്മയുണ്ടോടാ? ഒരു എക്സാമ്പിൾ പറഞ്ഞതിന്റെ കൂടത്തിലാണ് ഇത് പറഞ്ഞു വെച്ചത്. അതാണ് ഇവിടെ വന്നത്. യെസ്. ഓഡിറ്റിംഗ് പ്രശ്നം ഉണ്ടായിരുന്നോടാ. മാർക്കറ്റിംഗ് നമുക്ക് പിന്നെ ഒരു ടൊയോറ്റോ ഹൈഡ്രൈഡറിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും, പിന്നെ ഡിക്ലൈൻ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ. അത് രണ്ടും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. 2 ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ ലെവലായിരുന്നു. അത് വായിച്ച് അതിലേക്ക് വരാനുള്ള ഒരു ടൈമും കാര്യങ്ങളും നിങ്ങൾക്ക് എടുക്കുമായിരിക്കും. അതായത് നിങ്ങൾക്ക് അവിടെ സ്ട്രഗിൾ ആയിട്ട് വരുന്നു അല്ലെ. ബാക്കിയെല്ലാം ഡയറക്റ്റ് ആണ് അല്ലെ. ഒരു മോർ ദാൻ ഒരു 5 to 6 ഒക്കെ ഡയറക്റ്റ് ആണ്. 5 to 6 ഡയറക്റ്റ് വന്നു. യെസ്. പിന്നെ ഓഡിറ്റിങ്ങിന്റെ അകത്ത് ഡയറക്റ്റ് ഞാൻ ക്വസ്റ്റ്യന്റെ ഡീറ്റെയിലേക്ക് ഇപ്പൊ തൽക്കാലം പോകുന്നില്ല. കോർ കൺസെപ്റ്റ് ഏതാന്നുള്ളതാണ് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. യെസ്.
വെരിഫിക്കേഷന്, വൗച്ചിങ്, ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്ക്, ഓഡിറ്റ്, പ്ലാനിങ്, ഓഡിറ്റ് പ്രോഗ്രാം. ഏതെങ്കിലും കോൺസെപ്റ്റുകൾ പഠിപ്പിക്കാത്തതോ മനസ്സിലാകാത്തതോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എല്ലാം പഠിപ്പിച്ചതാണ്, എല്ലാം വന്നത് പഠിപ്പിച്ചു തന്നെയാണ് വന്നത്. അപ്പൊ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ആകെ കൂടി മാർക്കറ്റ് ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ വന്ന 2 ക്വസ്റ്റ്യൻ അല്ലെ. പിന്നെ ഏതാടാ? പിന്നെ നിങ്ങൾക്ക് വരുന്ന വെച്ചാല് കോസ്റ്റിങ്ങിന് വന്ന ആ 2 അൺഫെമിലിയർ ആയിട്ടുള്ള ടൈം എന്ന് വെച്ചാൽ 4 ക്വസ്റ്റ്യൻ ഒഴികെ 96 ക്വസ്റ്റ്യൻസും നിങ്ങൾ കണ്ടതും കേട്ടതും ഡിസ്കസ് ചെയ്തതുമാണ്. ആണല്ലോ. ഓക്കെ. അതിന്റെ അകത്ത് ഈ 96 ക്വസ്റ്റിന്റെ അകത്ത് ഇനി ഞാൻ കണക്ക് തന്നെ പറയാം. 96 ക്വസ്റ്റിന്റെ അകത്ത് 85% നിങ്ങൾ നന്നായിട്ട് പഠിക്കാത്ത കോൺസെപ്റ്റ് ഉണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തില്ല, ഇല്ലെന്ന് പറഞ്ഞാൽ. കാരണം അത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിയല്ലേ? അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ച പരീക്ഷ ഇത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് KFCയുടെ പരീക്ഷ എത്രമാത്രം നിങ്ങൾക്ക് ഈ ക്വസ്റ്റിനുമായിട്ടും ആൻസറുമായിട്ട് ഫെമിലറൈസ് ചെയ്യാൻ പറ്റി മക്കളെ. ഇതൊന്നും നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് ആയിട്ടല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾ ആത്യന്തികമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രമാണ് ആത്യന്തികമായിട്ട് നിങ്ങളെല്ലാം പഠിച്ച് നമ്മുടെ കൂടെ വന്നുകൊണ്ട് മാത്രമാണ്. ഓക്കെ. യെസ്, അതാണ് സമയത്തിന്റെ ചെറിയ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ടൈം ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്കത് നിങ്ങൾ ഇപ്പൊ കാണേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് നിലവിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് കുറച്ച് നോട്ടിഫിക്കേഷൻസ്, എക്സാമിനേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, നിങ്ങൾ ഇത് അവിടെ നിർത്തരുത് കേട്ടോ. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം കേട്ടോ. ഇത് ഇവിടെ നിർത്തരുത്, കണ്ടിന്യൂ ചെയ്ത് പോകാം. ഇനി സാറ് ഇതിന്റെ ഒരു നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അവിടെ മാർക്കുകൾ കമന്റ് ചെയ്യാവോ? നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? എക്സാമുകള് മാർക്കുകളൊന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? നോക്കിയവര് മാത്രം. യെസ്. ഓക്കെ. യെസ്. ഇനി നിങ്ങള് ഒരു അപ്രോക്സിമേറ്റ് കട്ട് ഓഫ് ആണ് ഇത് വരുന്നത്. അപ്രോക്സിമേറ്റ്. പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഒരു അപ്രോക്സിമേറ്റ് കട്ട് ഓഫ് ആണ് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ട് ഇങ്ങനെ വരാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഞാൻ എന്താന്നുള്ളത് പറഞ്ഞുതരാം. എക്സാം എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ് എക്സാം ആണ്. ഒരു കാരണവശാലും ഇതൊരു പാടുള്ള പരീക്ഷ എന്ന് പറയാൻ പറ്റില്ല, വളരെ ഈസി ആണെന്നും പറയാൻ പറ്റില്ല. ഓക്കെ. യെസ്. ഒരു മോഡറേറ്റ് ലെവൽ പഠിച്ചൊരു കുട്ടിക്ക് ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു. യെസ്. ഇനി ഈ കട്ട് ഓഫിനുള്ള ഒരു പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കട്ട് ഓഫ് നമ്മൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇതിൽ വന്ന ഹയസ്റ്റ് മാർക്കിന്റെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാക്ട് രൂപം പറയാം. മക്കളെ, നേരത്തെ ഉള്ള പരീക്ഷ എഴുതുന്ന സമയത്ത് കേരളത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സെന്ററുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. മനസ്സിലാവുന്നുണ്ടോടാ? കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സെന്ററിന്റെ എണ്ണം എന്ന് പറയുന്നത് കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സെന്ററുകൾ കൂടുന്നതനുസരിച്ച് എല്ലാ കുട്ടികളും പഠിച്ചാണ് എക്സാമിലേക്ക് വരുന്നത്. മനസ്സിലാണ്ടോ? ഓക്കെ. ഒരു 50% പഠിച്ചു, 60% പഠിച്ചു, അങ്ങനെയല്ല. 100% സിലബസും പഠിച്ചിട്ടാണ് കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അങ്ങനെ നിങ്ങൾ ഒരു മൂന്ന് ബാച്ച് വെച്ച് കൂട്ടുക. ഓക്കെ. ക്ലിയർ ആണെന്നുണ്ടോ? 3 സെറ്റ് വെച്ച് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ 10 സെറ്റ് ആകുമ്പോ എപ്പോഴാണ് 30 കുട്ടികളായി. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എൻഗോ കഴിഞ്ഞിട്ട് UGC നെറ്റിനൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. UGC നെറ്റിന് ഇപ്പൊ ഇവർക്ക് ഇതെന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഭയങ്കര ഡീപ്പ് നോളജ് ആയിരിക്കും. മനസ്സിലാണ്ടോ? അവിടെ നോളജ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിരിക്കും, അനലിറ്റിക്കൽ രീതിയിലായിരിക്കും അവർ പഠിക്കുന്നത്. പിന്നെ ഈ എംകോം കഴിഞ്ഞിട്ട് ഈ CA പോലുള്ള കോഴ്സുകൾ പഠിക്കുന്നവര്, ഓക്കെ, അല്ലെങ്കിൽ എംകോം കഴിഞ്ഞിട്ട് ഇന്റർ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ കുറെ ആൾക്കാരും പരീക്ഷ എഴുതും. മനസ്സിലാവുന്നുണ്ടോ? യെസ്. പിന്നെ ഈ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ട് സബ്ജക്ട് ഡീപ്പ് ലെവലിൽ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്ന ആൾക്കാരും എക്സാമിനേഷൻ എഴുതും. മനസ്സിലാവുന്നുണ്ടോ? എഴുതും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇനി ഒരു പരീക്ഷ എഴുതുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റർ ആരാണെന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ?
നമ്മുടെ കോമ്പറ്റീറ്റർ ആരാന്ന് ഫിക്സ് ചെയ്യണം. നമ്മുടെ കോമ്പറ്റീറ്റർ നിസ്സാരക്കാരല്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കോമ്പറ്റീറ്റർ നിസ്സാരക്കാരല്ല. നമ്മുടെ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ലെവലിലായിട്ടുള്ള ഒരാളെ വേണം നമ്മൾ ഫിക്സ് ചെയ്യാൻ. അപ്പൊ അതനുസരിച്ചുള്ളൊരു പഠനം വേണം നടക്കാൻ. എന്റെ ബേസിക്കലി ആയിട്ട് ഞാൻ നേരത്തെ എല്ലാവരും നമ്മൾ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവരൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പരീക്ഷ എഴുതുക. അവർക്കൊക്കെ ഒരു ആവറേജ് സബ്ജക്ട് നോളജ് ഉണ്ടായിരുന്നു. മനസ്സിലായോടാ? ഇൻക്ലൂഡിങ് ഇപ്പൊ കോളേജിൽ പോലും വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ താഴെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷ എഴുതി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു 60 to 70% നോളജ് മതിയായിരുന്നു. പക്ഷെ അന്ന് ഇത്രയും കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. മനസ്സിലാണ്ടോ? പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ കോമ്പറ്റീഷൻ ലെവലിലേക്ക് കയറി വന്നു. എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കയറി വരും. പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ കയറി വരുന്ന അനുസരിച്ച് എന്ത് ചെയ്യും? കോമ്പറ്റീഷൻ വളരെയധികം കൂടും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഒരു 5 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 3 കുട്ടികൾ വെച്ച് കോമ്പറ്റീറ്റ് ചെയ്താൽ എത്ര എണ്ണമായി? 15 കുട്ടികളായി. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോടാ? അപ്പൊ 50 പേരുടെ അഡ്വൈസ് പോകുന്ന ഒരു റാങ്കിലാണെങ്കിൽ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ മാത്രമേ കയറുന്നുള്ളൂ. അതാണ് പ്രശ്നം. കട്ട് ഓഫ് താഴെ വരും. കട്ട് ഓഫ് താഴെ വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഞാൻ എന്റെ ഒരു കാര്യം പറയാം. ഞാനിപ്പോ ഈ എക്സ്പെക്ടഡ് കട്ട് ഓഫ് ഇത് ഈ 68 to 70 വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഹയസ്റ്റ് ആയിട്ടുള്ള കുട്ടികളുടെ മാർക്ക് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലുണ്ട്. മനസ്സിലാണ്ടോ? ചില കേസിൽ ചില കുട്ടികൾക്ക് 82 കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും 82 മേടിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷ അല്ലേ ഇത്? ആണ്. നിങ്ങൾ കണ്ടോ? ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ അല്ലേ? ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചില കേസിലൊക്കെ 75 കിട്ടിയ ഒരുപാട് പേർക്ക് എനിക്കറിയാം. 75 ഒക്കെ വന്ന ഒരുപാട് പിള്ളേരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ PSC അധികം പേരുടെ നമ്പർ വെച്ചിട്ട് റാങ്ക് ലിസ്റ്റ് ഇടാറില്ല. മനസ്സിലാണോ? പരമാവധി ആ പോസ്റ്റിന്റെ എണ്ണം വെച്ചിട്ട് ഇപ്പൊ ഒരു 100 താഴെയൊക്കെ ആയിരിക്കും അവരുടെ ഏകദേശം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. 100 പേരിൽ താഴെയുള്ളവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള നിൽക്കുന്നവരെയാണ് വെക്കാൻ സാധ്യത കുറവ്. കേട്ടോ? യെസ്. അപ്പൊ നമ്മൾ സാമ്പിൾ ആയിട്ട് എടുത്ത് പഠിച്ചത് ഹയസ്റ്റ് സ്കോർ വെച്ച ആളുകളെയാണ് എടുത്ത് പഠിച്ചത്. മജോറിറ്റി ആൾക്കാർ ഹയസ്റ്റ് സ്കോറാന്ന് നമുക്ക് പറയാൻ പറ്റും മക്കളെ. അതാണ് ഇതിന്റെ അകത്തൊരു ബയാസ്. മനസ്സിലാണ്ടോ? എക്സാക്ട് ആയിട്ട് നമുക്കിത് പറയാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് ഹയസ്റ്റ് ആയിട്ട് ഈ 75 മാർക്ക് മേടിക്കുന്ന എത്ര കുട്ടികളുണ്ടെന്ന് നമുക്ക് അറിയണം. മനസ്സിലാണ്ടോ? 80 മാർക്ക് മേടിച്ചിരിക്കുന്ന എത്ര കുട്ടികളുണ്ടെന്ന് അറിയണം. ഇപ്പൊ മൊത്തം പരീക്ഷ എഴുതിയില്ലാത്ത ഒരു 3-4 ആളുകൾക്കേ ഉള്ളൂ ഈ 75, 72 ബാക്കിയുള്ളവർക്കെല്ലാം അതിൽ താഴെയാണ് മാർക്കെങ്കിൽ ഇതൊരു കാരണവശാലും കട്ട് ഓഫ് അല്ല. മനസ്സിലാകുന്നുണ്ടോ? ഹയസ്റ്റ് മാർക്കിന്റെ പ്രിഫറൻസ് വെച്ചിട്ടാണ് ഈ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ കട്ട് ഓഫ് ആക്കിയിട്ട് കോൺഫിഡൻസ് ലെവൽ ഒന്നും കളയണ്ട. ക്ലിയർ ആയോ? കട്ട് ഓഫ് ചില കേസിൽ 72 വരുന്നുണ്ട്. ചിലവര് 65 to 70 ആണ് നിൽക്കുന്നവരുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കട്ട് ഓഫ് കണ്ടിട്ട് ഭയപ്പെടണ്ട. കാരണം കട്ട് ഓഫ് നമുക്ക് എക്സ്പെക്ട് കറക്റ്റ് ആയിട്ട് കട്ട് ഓഫ് പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? അതായത് ജനറൽ കാറ്റഗറിയിൽ ഏറ്റവും ലോവസ്റ്റ് മേടിച്ച അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലെ ലോവസ്റ്റ് മാർക്കാണല്ലോ ഈ ഹയസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അത് നമുക്ക് എക്സാക്ട് ഒരു സാധനം കൊടുക്കാൻ പറ്റില്ല. ഇത് ഹയസ്റ്റ് മാർക്ക് വെച്ചിട്ട് സാറ് പറഞ്ഞാണ്. പക്ഷെ ഹയസ്റ്റ് മാർക്ക് വെച്ചിട്ട് എണ്ണം അത്ര അങ്ങോട്ട് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം അത്രയും സബ്ജക്റ്റുമായിട്ട് പഠിപ്പിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ ലെവലിൽ കയറാൻ പറ്റുള്ളൂ. ഏതാടാ? 75 ഒരു 80 ആ ലെവലിൽ കയറാൻ പറ്റുള്ളൂ. നമ്മളിവിടെ കൃഷ്ണേന്ദു വന്നു അല്ലെ? 72 അല്ലടാ? കൃഷ്ണേന്ദു ആണോ 72? എത്ര 70? 72 നെഗറ്റീവ് മാർക്കും കൂടെ കുറഞ്ഞിട്ടുള്ള മാർക്കാണല്ലോ അല്ലെ? 72 അല്ലെ? യെസ്, കൃഷ്ണയാണ് അല്ലെ? 72. യെസ്, കൃഷ്ണയാണ് 72. യെസ്, വെരി ഗുഡ്. എല്ലാവിധ കൺഗ്രാറ്റുലേഷൻസും. ഓക്കെ, ഹയസ്റ്റ് മാർക്ക് കൃഷ്ണേന്ദു ആണ്. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു മാർക്കുണ്ട്. അപ്പൊ ഈ കൃഷ്ണനെ പോലെയുള്ള ആളുകളുടെ സാമ്പിൾ എത്രമാത്രമാണെന്ന് അറിഞ്ഞാലും നമുക്ക് ഏകദേശം ഒരു കട്ട് ഓഫ് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു പ്രധാനപ്പെട്ട വിഷയം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഇപ്പൊ നിങ്ങൾ ആദ്യം ഒരു മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏതൊരു എക്സാം ജസ്റ്റ് ഒന്ന് മിസ്സായി അല്ലെങ്കിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടായി, എഫേർട്ട് ഇട്ടു, കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും വരാനിരിക്കുന്നത്.
മനസ്സിലാണ്ടോ? സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ഗസറ്റഡ് പോസ്റ്റാ, അറിയാലോ അല്ലെ? ഗസറ്റഡ് പോസ്റ്റാ. ഓക്കെ, യെസ് യെസ്, മനസ്സിലാവുന്നുണ്ടോ സാർ പറഞ്ഞ എന്താണ്? ഇത് ഗസറ്റഡ് പോസ്റ്റാ കേട്ടോ സാന്ദ്ര. ചിലപ്പം ഇതിന്റെ അകത്തുനിന്ന് നമുക്കൊരു മാർക്ക് കുറയാൻ കാരണം നമ്മൾ കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആകാനായിരിക്കും. ഏതിലോട്ട്? ഈ കുറച്ചും കൂടെ മറ്റേത് മോശം ഇത് നല്ല എന്നുള്ളതല്ല, കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള തസ്തികളിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ അതിനെ കാണാം, അങ്ങനെ കാണാവുള്ളൂ. ക്ലിയർ ആയോ മക്കളെ? നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടിയിരിക്കും. ഇത് ഞാൻ പറയുന്നതല്ല, ഈ ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന അധ്വാനിക്കുന്ന ഏത് മനുഷ്യനും പറയുന്ന കാര്യം അത്. ഈ ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന അധ്വാനിക്കുന്ന പാടത്ത് പറമ്പില് പണിയുന്ന ആൾക്കാർ തൊട്ട് എവിടെയാന്ന് പറയുന്നതായിക്കോട്ടെ, ഏത് പൊസിഷൻ നിൽക്കുന്നവരായിക്കോട്ടെ, അധ്വാനിച്ച് നിൽക്കുന്നതാണെങ്കിൽ, അധ്വാനം ഉണ്ടെങ്കിൽ, അധ്വാനം ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ മക്കളെ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസമുണ്ട്. കേട്ടോ, സാറ് വളരെ ആത്മാർത്ഥത്തോട് പറയുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ, എന്തുകൊണ്ട് ഞാൻ പഠിച്ചിട്ട് എനിക്ക് മാർക്ക് കുറയുന്നു? ഞാൻ നിങ്ങളെ കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ MM തിയറിയുടെ 5 അസംഷൻ ചോദിച്ചിട്ട് ഇതിന്റെ അകത്ത് ഏതാണ് അസംഷൻ അല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആൻസർ ചെയ്യും. ശരിയാണോ? അതെ. എന്നാൽ MM തിയറിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ദാ കിടക്കുന്നു, പോയി. ആണ്. അവിടെയാണ് ഞാൻ പണ്ടും ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നിങ്ങൾ ക്വസ്റ്റ്യൻ അയച്ചു തരുമ്പോൾ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് മക്കളെ, നിങ്ങൾക്ക് സ്പൂൺ ഫീഡിങ് അല്ല ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻ ലെവലാണ്. ഞാൻ ഇത് പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞോടാ, 2019 പരീക്ഷയുടെ ട്രെൻഡ് അല്ല ഇത് വരാൻ പോകുന്ന പരീക്ഷ, അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞേ? 2019 പരീക്ഷയുടെ ട്രെൻഡ് അല്ല എന്ന് ഈ ക്ലാസ് ഇരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്നിട്ട് ഞാൻ അക്കൗണ്ട്സ് ഓഫീസറിന്റെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറഞ്ഞു അല്ലെ? അതിൽ നിന്ന് മാത്രം എനിക്ക് തോന്നുന്നു ഒരു 25ഓളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലടാ. അതിൽ നിന്ന് മാത്രം നേരിട്ട് അല്ലെ? ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ മാറ്റം പോലും ഇല്ലാതെ ചോദിച്ചു അല്ലെ കൃഷ്ണ? അല്ലെ? യെസ്. കൃഷ്ണയ്ക്ക് ആൻസർ എന്തുകൊണ്ട് കൂടുതൽ കിട്ടിയെന്ന് വെച്ചാല്, കൃഷ്ണയുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ഭയങ്കരമായിട്ടുണ്ട്. അത് കൃഷ്ണയോട് ചോദിച്ചാൽ മനസ്സിലാവും. കൃഷ്ണയുടെ എനിക്ക് പേഴ്സണൽ ഒരു പരിചയമില്ല. കൃഷ്ണയുടെ മൈൻഡ് കൃഷ്ണയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും, എമോഷണലി കൺട്രോൾ ചെയ്യാം. കാരണം പഠിച്ചത് നിങ്ങളെല്ലാം ഒരുപോലെ അല്ലേ? പഠിച്ചത്, നോട്ട് തന്നതും, കഷ്ടപ്പെട്ടതും, MCQ നടത്തിയതും എല്ലാവർക്കും ഒരുപോലെ അല്ലേ? പ്രത്യേകിച്ച് കൃഷ്ണയ്ക്ക് വേറെ മാറ്റമൊന്നുമില്ല, വേറെ ആർക്കും ഒന്നും സെപ്പറേറ്റ് ഇല്ല. പക്ഷെ സബ്ജക്റ്റീവായിട്ട് നിങ്ങൾ ഓരോരോ വ്യക്തികളും, A എന്ന് പറഞ്ഞ വ്യക്തിയും B എന്ന് പറഞ്ഞ വ്യക്തിയും തമ്മിലുള്ള മെന്റൽ എബിലിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ അതിനെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയും. ഇമോഷണൽ ഇന്റലിജൻസ്, EI എന്ന് പറയും. അതായത് ഒരു സാഹചര്യത്തിന് യെസ്, സെൽഫ് സ്റ്റഡി ഭയങ്കരമായിട്ട് ഉണ്ടാവണം മക്കളെ. സെൽഫ് സ്റ്റഡി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എമോഷണൽ ഇന്റലിജൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എനിക്ക് നല്ല ഉറപ്പുണ്ട് കൃഷ്ണയ്ക്ക് ആ രീതിയിൽ ഒരു എമോഷണൽ ആയിട്ടുള്ള ഒരു ഇന്റലിജൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ എക്സാമിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആണോ കൃഷ്ണ? അങ്ങനെ ഉണ്ടോ? അതോ സാറ് വെറുതെ പറയുന്നതാണോ? യെസ്, അങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു മിതത്വമുണ്ട്. ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ കിട്ടി അത് വായിച്ചത് ആൻസർ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോടാ, ആ സ്പീഡിന് ഒരു മിതത്വമുണ്ട്. സാറ് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വായിച്ചു ആൻസറിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടൈം പീരീഡ് ഉണ്ടല്ലോടാ, അതിന് നമ്മുടെ കൺട്രോൾ എന്ന് പറയുന്നത്, നമ്മുടെ എമോഷണൽ കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബാലൻസിങ് എന്ന് പറയുന്നത് വളരെ മിതത്വമുണ്ട്. അത് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മോക്ക് മാക്സിമം ചെയ്യണം എന്ന് പറയുന്നത്. ആ സ്പീഡോ ആ മിതത്വം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഒന്നത്. രണ്ട് സെൽഫ് സ്റ്റഡിയുടെ കാര്യം പറഞ്ഞാൽ, സെൽഫ് സ്റ്റഡി എന്നുള്ളതല്ല നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതായിട്ടുള്ള ഒരു വേ ഓഫ് അപ്രോച്ച് ഉണ്ട്. ആ അപ്രോച്ച് പഠിക്കണം. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ ഈ ക്ലാസ് നമ്മൾ 4-ാം തീയതി തുടങ്ങിയ ക്ലാസ്സിന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തത്തമ്മേ പൂച്ച എന്നുള്ളതല്ല പഠനം എന്ന് പറയുന്നത്. പഠനം എന്ന് പറയുന്ന ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിന് ഏത് തലത്തിൽ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനുമുള്ള അറിവും ബോധവും ഉണ്ടാകണം. ആർക്ക്? പഠിതാവാന്, അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്ക് ആരാണോ ആ ആൾക്ക് എന്ത് ചെയ്യണം? ഒരു വിഷയം പഠിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അതിന് ഏത് ആംഗിളിലും എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യാനുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു അറിവുണ്ടാകണം. ആ തലത്തിൽ വേണം പഠിക്കാൻ.
ഈ ക്ലാസ്സിൽ വന്നപ്പോഴാണോ മനസ്സിലായത്? ഓക്കെ. എടാ മക്കളെ, ഇത് ഏത് ക്ലാസ്സിൽ നിന്നുള്ളതല്ലടാ, ഇത് ഏത് ക്ലാസ്സിൽ നിന്നുള്ളതല്ല. അത് നമ്മുടെ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പൊ ഇതാണ്, ബി ഇതാണ്, സിംഹമാണ്, കടുവയാണ്, അതാണ്, ഇതാണ്, കൊമ്പാണെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു പ്രശ്നമാണ് ഇതൊക്കെ. ഞാനും നേരിടണം മോനെ, ഞാനും നേരിടണം. ഞാനിപ്പോ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എന്താണ് ഇത്ര ഭയങ്കരമായിട്ട് ചിലപ്പോൾ കൃഷ്ണയുടെ അത്രയും, വിഷ്ണു സാർ, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു മോനെ കൃഷ്ണ. ഓക്കെ, യെസ് യെസ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. എടാ ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങളുടെ ക്ലാസ് കഴിച്ചിട്ട് സത്യസന്ധമായിട്ട് പറയാലോ, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്ത് അറിയത്തില്ല. നമ്മുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നപ്പോ ഒരു 7:30 ഒക്കെ ആയപ്പോ എനിക്കൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. വളരെ സത്യസന്ധമായിട്ട് അത് എനിക്കൊരു എന്തോ ഒരു സംതിങ്, ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. കാരണം 7:30 ആയപ്പോ എല്ലാവരെയും കാണാൻ പറ്റുന്നു, പഠിപ്പിക്കുന്നു അല്ലെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ലെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു എമോഷണൽ സാധനം ഉണ്ടായിരുന്നു, ഒരു ഫാമിലി പോലെ അല്ലെ. യെസ്, നിങ്ങൾ അതുകൊണ്ട് ഒന്നും ഭയക്കണ്ട. അടുത്ത 2 പ്രധാനപ്പെട്ട പോസ്റ്റുകൾ വലിക്കുന്നുണ്ട് കേട്ടോ. യെസ്, വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷൻസ്, അക്കൗണ്ട് ഗ്രേഡ് 2, അക്കൗണ്ട്സ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ട്. മക്കളെ നോട്ടിഫിക്കേഷൻ 15-ാം തീയതി തന്നെ വരുന്നു കേട്ടോ. സന്ദ്ര, എല്ലാവരും നോക്കി, നമുക്ക് അവിടെ ഇരിക്കാൻ ഇനി സമയമില്ല കേട്ടോ, ഇരിക്കാൻ സമയമില്ല കേട്ടോ. യെസ്, പഠിക്കണം പഠിക്കണം മക്കളെ. ഞാൻ പറഞ്ഞല്ലോ, ആത്മാർത്ഥതയുണ്ട്, നമ്മുടെ ആത്മാർത്ഥത സത്യസന്ധമാണ്. നിങ്ങൾ വിൻ ചെയ്യൂടാ, അതിൻ്റെ അകത്ത് വേറെ ഒരു കാര്യമില്ല. നിങ്ങൾ വിൻ ചെയ്യും കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒരു മിസ് ഔട്ട് ആകുന്നത് നിങ്ങൾക്കൊരു വാണിംഗ് ആയിട്ട് മാത്രം, ഇങ്ങനെ പോയാൽ മതി എന്ന് നിങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി, ചിലപ്പം അച്ഛനും അമ്മ ഒരു വടിയെടുത്തൊക്കെ നമ്മളെ പണ്ട് പേടിപ്പിക്കാറുണ്ടല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ, അങ്ങനെ ഒരു വാണിംഗ് ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. യെസ് യെസ്, ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ടോ, എക്സാമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയും കേട്ടോ. യെസ്, സ്റ്റേറ്റ് ടാക്സ് ഓഫീസറും എന്താണ് എംകോംകാരും മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ട്രൈ ചെയ്യണം കേട്ടോ. യെസ്, നമ്മളിപ്പോ പഠിച്ച സിലബസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇത്രയും പഠിച്ച കുട്ടികളാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊക്കെ ആഡ് ഓൺ ചെയ്യാൻ വളരെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ അല്ലെ. യെസ്, ഇത് ബികോം കേട്ടോ. വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ, അക്കൗണ്ട് ഗ്രേഡ് 2, അക്കൗണ്ട്സ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ട് ഉണ്ടല്ലോടാ. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ബികോം ആണ് കേട്ടോ. അതിന് ഒരു പെർസെന്റേജും ആവശ്യമില്ല, ബികോം മാത്രം മതി. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ആസ് യൂഷ്വൽ എന്താണ് എംകോംകാര്, ലോ ഉള്ളവര്, MBA ഫിനാൻസ് ഉള്ളവര്, അങ്ങനെ പല തസ്തികയുള്ള ആളുകളൊക്കെയാണ് വന്ന് എക്സാം എഴുതുന്നത്. യെസ്, എംകോം മതിയടാ, എംകോം മതി. UG പ്രശ്നമില്ല കേട്ടോ, UG പ്രശ്നമില്ല. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ഇപ്പൊ നമുക്ക് എംകോം മതി. യെസ് യെസ്, സിലബസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമ്മൾ ചാനലിൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യും കേട്ടോ. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. മനസ്സിലാവുണ്ടോ? എടാ സാർ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഓൺ ട്രാക്കിലാണ് കേട്ടോ. എടാ മക്കളെ, ഇത് ബികോംകാർക്ക് മാത്രമേ പറ്റുള്ളൂ അക്കൗണ്ടന്റ്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എംകോം പറ്റും. യെസ്, സാറിന്റെ ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആയി. താങ്ക് യു മോനെ, താങ്ക് യു. ഓക്കെ, എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പം ഞാൻ ക്ലാസ് എടുത്തതോ നമ്മൾ അങ്ങനെയൊന്നും അല്ല. എനിക്ക് നിങ്ങൾ ഭയങ്കര പ്രിയപ്പെട്ടവരായിരുന്നു, മനസ്സിലാകണം. അത് എനിക്ക് എപ്പോഴും എന്റെ മനസ്സിലുണ്ടാവും കേട്ടോ. നിങ്ങൾ വളരെ പ്രിയപ്പെട്ടതായിരുന്നു എനിക്ക്. കാരണം നിങ്ങൾ അതുകൊണ്ടൊന്നും പേടിക്കണ്ട കേട്ടോ. ആത്മാർത്ഥമായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു ഒരു വിജയം ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതെന്താണെന്നറിയോ, നിങ്ങൾ ഓൺ ട്രാക്കിലേക്ക് വരുന്നുള്ളതാണ്, മനസ്സിലാകണോ. നിങ്ങൾ ആ ട്രാക്കിലേക്ക് എത്തി വരുന്നുള്ളൂ. ഓക്കെ, 2-3 പരീക്ഷകളിലേക്ക് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അത് യെസ്, താങ്ക് യു. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ പേന ഒരു കാരണവശാലും എന്തൊക്കെ ഡീമോട്ടിവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ടായാലും, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേന എടുത്ത് നിങ്ങൾ എന്ത് വെക്കരുത്, എവിടെയും കൊണ്ട് വെക്കരുത്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം, മനസ്സിലാണ്ടോടാ. ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. യെസ്, അത് നിങ്ങൾ ഓർത്തോണം കേട്ടോ. വേറെ കാര്യങ്ങളൊന്നുമില്ല. കട്ട് ഓഫ് സാറ് പറഞ്ഞല്ലോ, എന്താണ് ഈ ഹയസ്റ്റ് മാർക്ക് വെച്ചിട്ടുള്ള കട്ട് ഓഫ് ആണ്. ഹയസ്റ്റ് സാറ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാണ്. ഹയസ്റ്റ് മാർക്ക് വെച്ച കട്ട് ഓഫ് ആണ്. ഹയസ്റ്റ് മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ടെന്നുള്ള സാമ്പിൾ നമുക്ക് അറിയില്ല, മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ 72, 73, 74, 75 അതിനൊരു 5 പേരെ ഉള്ളത്, പിന്നെ അത് അവിടെ തീർന്നു. ബാക്കി താഴോട്ട് എത്രയാണ് എടുക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞതിന്റെ അർത്ഥം? ഓക്കെ, പിന്നെ 50, 52, 53 ഒക്കെയാണ് ഉണ്ടല്ലോ, അവിടെ കൊണ്ട് തീരും. യെസ്, കൃഷ്ണശ്രുതി, യെസ്, ഓക്കേടാ. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞിട്ടല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ വണ്ടർ ആയിപ്പോയി. കാരണം PSC നടത്തുന്ന ഒരു പരീക്ഷയല്ലേ, നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻസ് അതേപടിയൊക്കെ ചോദിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വണ്ടർ ആയിപ്പോയി. ഓക്കെ, യെസ്, അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിപ്പോയി. ഓക്കെ, ഓക്കെ, യെസ്. ചിലപ്പം ഇതെന്നാ അറിയാം, നിങ്ങളുടെ ആ ഒരു ടെൻഷനോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ടാകും കേട്ടോ. അതുകൊണ്ടാണ്. യെസ്, വീണ്ടും നിങ്ങളെ ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചത് വളരെ സന്തോഷം കേട്ടോ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് കേട്ടോ. എപ്പോഴും പ്രാർത്ഥനയും എപ്പോഴും സ്നേഹവും എപ്പോഴും ഉണ്ടാകും കേട്ടോ. നമ്മുടെ
ഐ പ്ലസ് ഫാമിലിയുടെ എല്ലാവിധ ആശംസകളും മക്കളെ നമ്മൾ കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.